നിശ്ചയമായും ഈ പറയുന്ന ഈ പി വി അൻവർ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമായി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. സ്വാഭാവികമാണല്ലോ. കാരണം ഭരണപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഒരു MLA സർക്കാരിനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഏത് പ്രതിപക്ഷവും ശ്രമിക്കും. അതിവിടെ നടക്കുന്നുമുണ്ട്. എന്നാൽ നേരത്തെ നിങ്ങൾ രണ്ടാളും സൂചിപ്പിച്ചതുപോലെ ഈ അൻവർ ഉന്നയിച്ചിട്ടുള്ള പോലീസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമല്ല പ്രതിപക്ഷം വളരെ ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം ഒക്ടോബർ 4-ാം തീയതിയോ 5-ാം തീയതിയോ DGPയുടെ റിപ്പോർട്ട് വരണം. അത്രയും ദിവസമല്ലേ കൊടുത്തിട്ടുള്ളൂ. 31 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണല്ലോ പറയുന്നത്. ആ റിപ്പോർട്ട് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ അജിത് കുമാറിനെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു പരാതിയും ഒരാരോപണവും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അതെല്ലാം അങ്ങോട്ട് മാറ്റിവെക്കപ്പെടും. ആ ആരോപണങ്ങളെ പ്രതിപക്ഷവും ഗൗരവമായി കാണുന്നില്ല. അവരതിൻ്റെ പിന്നാലെ പോകുന്നില്ല. എന്നാൽ പൂരം പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അതിനകത്തൊരു സംശയവുമില്ല. അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ഇപ്പം നടക്കാനിരിക്കുന്ന ചേലക്കരയിലെയും പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കും. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൂരം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അവിടെ പൂരം എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്നത് ഈ പൂരം കലങ്ങിയതിൻ്റെ ഭാഗമായി ഹിന്ദു വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് വിചാരിച്ചിട്ടേ അല്ല. ആ വോട്ട് എന്തായാലും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. എന്നാൽ ആ പൂരം കലക്കലിലൂടെ BJPക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്നും ആ പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ദത്താത്രേയ ഹൊസബളെ എന്ന് പറയുന്ന RSSൻ്റെ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നും പറയുക വഴി അവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളാണ്, ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകളെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂരം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെതെന്ന്. നമുക്കറിയാലോ, 2016-ലാണെങ്കിലും 2021-ലാണെങ്കിലും CPM-നും ഇടതുപക്ഷത്തിനും കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ന്യൂനപക്ഷ വോട്ട് കൃത്യമായി CPM-ലേക്കും ഇടതുപക്ഷത്തിലേക്കും ഷിഫ്റ്റ് ചെയ്തതുകൊണ്ടാണ്. കാസർഗോഡും കോഴിക്കോടുമുള്ള ഏതാനും മണ്ഡലങ്ങളിലും മലപ്പുറത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് പുറത്ത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും ആ സമുദായം വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ടാണ് 99 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് ഇടതുപക്ഷത്തിന് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാടെ തറ പറ്റിയത്. അതിക്കുറി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് പറ്റിയ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഈ പൂരം കലക്കൽ വിഷയമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കുന്നു. അഥവാ പൂരം കലക്കലിൻ്റെ പ്രശ്നം ഈ ADGP ദത്താത്രേയ ഹൊസബളയുടെ വിഷയം ആദ്യം ഉന്നയിച്ചത് VD സതീശനാണ് കേട്ടോ. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം ആദ്യം പുറത്തു പറയുന്നത് സതീശനാണ്. അതിനുശേഷമാണ് അൻവർ അത് പറയുന്നത്. അപ്പോൾ എന്നാൽ പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം തന്നെ അൻവർ പറഞ്ഞിരുന്നു. ഏതായാലും ഈ പൂരം കലക്കൽ വളരെ കൃത്യമായി കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നുള്ളതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അതുവഴി ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവർ മുന്നോട്ട് കൊണ്ടുപോവുക. അതൊരു റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായാലും CPIയും RJDയും അടക്കമുള്ള സംഘടനകൾ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഈ ആശങ്ക മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവരൊക്കെ ഭയക്കുന്നുണ്ട് ഈ പ്രശ്നം. ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് BJPയിലേക്ക്. അപ്പം തന്നെ ആ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിരിക്കുന്നു. പിന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രോജക്റ്റിനാണ് ഇപ്പോൾ ഈ പറയുന്ന പൂരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയായി വന്നിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഈ ആശങ്കയും അഭിപ്രായ ഭിന്നതയും രൂപപ്പെടുത്തിയിരിക്കുന്നത് നന്നായി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് പൂരം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.